ഇന്നെന്താണെന്നറിയില്ല, വാഴയിലയിൽ ചോറിനാൻ തോന്നി. അങ്ങനെ സദ്യ എന്നല്ല, പ്രത്യേകിച്ച് കറികളൊന്നുമില്ല. നമുക്ക് ഓരോ ടൈമിൽ ഓരോരോ പൂതികളല്ലേ, അതൊക്കെ കഴിക്കണം. അതൊക്കെയാണ് പച്ചക്കറികൾ, ഇലക്കറികൾ. പച്ചക്കറി തിന്നണം, പച്ചക്കറി തിന്നാണ്ടിരിക്കാൻ പറ്റില്ല. ഇഞ്ചിപ്പുളി നാഞ്ചിപ്പുളി, പപ്പടം. ഓക്കെ, അതെന്തിനാ 2 പപ്പടോ പറയട്ടെ? ചോറിന് മേലെ തന്നെ ഒഴിക്കുക സാമ്പാർ, അല്ലാണ്ട് സൈഡിൽ ഒഴിക്കുക. പിന്നെ എങ്ങനത്തെ സാമ്പാർ? പൂളക്കിഴങ്ങല്ല, അതാണ് ഉരുളക്കിഴങ്ങ്. വേണമെങ്കിൽ അതൊക്കെ എല്ലാം സൈഡിൽ എടുത്ത് മാറ്റി വയ്ക്കും. ഓക്കെ, പിന്നെ അതാ ലാസ്റ്റായിട്ട് ഒരു പഴം. ഇതാ എനിക്ക് പായസം കൂടെ ഉണ്ട്. ഓക്കെ, ഇതാ ഒരു കുട്ടി ഇവിടെ സ്പൂൺ കൊണ്ടൊക്കെയാണ് സദ്യ കഴിക്കുന്നത്. നോട്ടെ, കഴിക്കുന്നോട്ടെ. ഒരു വറ്റും മറ്റേ താഴെ കളഞ്ഞ. വല്ല കാര്യമുണ്ട്? കൈ കൊണ്ട് കുഴച്ചോണ്ട് കഴിച്ച കുട്ടി നോട്ടെ, കുഴച്ച് കഴിക്കുന്നോട്ടെ കൈ കൊണ്ട്. അങ്ങനെ തന്നെ ഉണ്ട് ഞങ്ങൾ വായിലിട്ടോ. കണ്ടോ, ഇത്രയേ ഉള്ളൂ കേട്ടോ അവൻ്റെ കഴിപ്പ്. ബാക്കി 2 വായ ഞാൻ വാരി കൊടുക്കുക ചെയ്തത്, കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. ഇനി അവൻ്റെ ഇലയിൽ തന്നെ ഞാൻ ചോറെടുത്തു കേട്ടോ. ഇപ്പോൾ വേറെ ഇല വേണ്ടല്ലോ. അപ്പോൾ ചോറിന് പ്രത്യേകിച്ച് കറികളൊന്നുമില്ല. സാമ്പാറുണ്ട്, പിന്നെ അവിയൽ, പിന്നെ ആ ഉപ്പേരി പോലെ കാണുന്നത് ചേനയുടെ ഇലയില്ലേ, ആ സാധനമാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ പുളിയിഞ്ചി ഉണ്ട്, പിന്നെ അത് മത്തൻ്റെ ഇല, അങ്ങനെ കുറേ എന്തൊക്കെയോ ഇലകൾ പരിപ്പിട്ടിട്ട് കറി വെച്ചതാട്ടോ. പിന്നെ പപ്പടം. പിന്നെ ഇലയിൽ കഴിക്കുക പറഞ്ഞാൽ എനിക്ക് എന്താണെന്നറിയില്ല, ഇപ്പോൾ അതൊരു ക്രേസായിട്ടുണ്ട്. ഇപ്പോൾ രഞ്ജേട്ടൻ വന്നപ്പോഴും ഞാൻ 2-3 പ്രാവശ്യം ഞാനങ്ങനെ രഞ്ജേട്ടാ ഇല വെട്ടിയിട്ട് വായിക്കുക, ഇലയിൽ ചോറിനാണെന്ന് പറഞ്ഞിട്ട് കുറേ ഇട്ട് പ്രാന്ത് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പോണ ദിവസമൊക്കെ ഞാൻ, നിങ്ങൾ വേറെ വീഡിയോയിൽ കണ്ടാൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇലയിലാണ് ചോറൊക്കെ വീണത്. അപ്പോൾ ഇലയിൽ കഴിക്കുമ്പോൾ ഞാൻ ഒരുപാട് ചോറും കഴിക്കും, എല്ലാ കറികളും കൂട്ടുകയും ചെയ്യും, ഇതും കഴിക്കും, ഫുള്ളായിട്ട് കഴിക്കുകയും ചെയ്യും, ഒന്നും വേസ്റ്റാക്കില്ല. പിന്നെ അല്ല, എനിക്കിപ്പോൾ ഈ ടൈമിൽ നോൺ വെജിനോടല്ല സദ്യയോടാണ് ഭയങ്കര താല്പര്യം. സദ്യയിലെ കറികളും എനിക്ക് ഈ പുളിയിഞ്ചിയൊന്നും എനിക്ക് ഇഷ്ടമേ അല്ല. അതൊരു സ്വീറ്റ് കളർന്ന സാധനമല്ല, എനിക്ക് മധുരമുള്ളതൊന്നും എനിക്ക് ഇഷ്ടമല്ല അധികം. അതെനിക്ക് ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ഞാൻ ദിവസവും ഞാൻ ചിലപ്പോൾ ഇഡ്ഡലീൻ്റെ കൂടെയൊക്കെ ഇഞ്ചിപ്പുളി കൂട്ടിയിട്ട് കഴിക്കും. അത്രയും ഒരു ക്രേവിങ്സാണ് കേട്ടോ ആ സാധനത്തിനോട്. അതുകൊണ്ട് ഒരു അവിയൽ ഇഞ്ചിപ്പുളിയും കൂടിയും കിട്ടിയാണ്ടല്ലോ, അയ്യോ എനിക്ക് പിന്നെ കൊതിയാണ് ഇലയിൽ ചോറിനാണെന്ന്. അപ്പോൾ ആ ഒരു ആഗ്രഹം ഇഷ്ടംപോലെ കിട്ടുമല്ലോ നമുക്ക് നാട്ടിലേല, പിന്നെ അപ്പം അതിനൊരു കുറവ്. അപ്പം അങ്ങനെ ഫുള്ളായിട്ട് സദ്യ അങ്ങനെ ആസ്വദിച്ച് ഞാൻ കഴിച്ചു കേട്ടോ. ഭയങ്കര, ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഈ പച്ചക്കറികളൊക്കെ ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് നല്ല വൃത്തിക്ക് ഇലയെല്ലാം തുടച്ച് വൃത്തിയാക്കി ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, അത്രയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ സദ്യ അല്ലെങ്കിൽ ഇങ്ങനെ പച്ചക്കറികൾ ഇലയിൽ കഴിക്കുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് പറഞ്ഞാൽ കഴിക്കാൻ പായസം കൂടി ഉണ്ടല്ലോ. നല്ല ഗോതമ്പ് പായസമായിരുന്നു കേട്ടോ. ഗോതമ്പ് പായസം നല്ല നെയ്യൊക്കെ ചേർത്തിട്ട് കുഞ്ഞ് ചെറുപഴമൊക്കെ നുറുക്കിയിട്ടിട്ട് പപ്പടം കൂട്ടി കഴിക്കാൻ, എൻ്റെ ദൈവമേ എന്താ ടേസ്റ്റായിരുന്നു എന്നറിയാം. ഞാൻ ഒരുപാട് കഴിച്ചു, നിറയെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അയ്യോ വായിൽ വെള്ളം വരുന്നു ഇപ്പം തന്നെ. കണ്ടോ, പഴമൊക്കെ ചേർത്തിട്ട് പപ്പടം കൂട്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് കഴിച്ചു. ആകുമ്പോൾ പിന്നെ ഇതൊന്നും കഴിക്കില്ല, അവനിതുപോലെ മധുരമൊന്നും അധികം ഇഷ്ടമല്ല. ഈ ഗോതമ്പ് പായസവും ഞാൻ അങ്ങനെ അങ്ങ് കഴിക്കില്ല കേട്ടോ. പക്ഷേ ഇപ്പം എനിക്കൊന്നും അറിയില്ല, ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ ഒരു പാത്രത്തിൽ പായസം വെച്ചിട്ടത്, അത് ഞാനും അമ്മയും മാത്രമല്ലേ കഴിക്കുകയുള്ളൂ. ഞങ്ങളൊരു 3 ദിവസം അത് കഴിച്ചിട്ടുണ്ട് കേട്ടോ, ചോദിച്ചതൊക്കെ അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതൊക്കെ ഉച്ച നേരത്തെ ഞാൻ കഴിക്കും. ഉച്ച നേരത്തെ അങ്ങനെ ഇതുപോലെ തുടച്ച വൃത്തിയാക്കി കഴിച്ചാൽ ഒരൊറ്റ ഉറക്കമാണ്. എന്ത് രസമാണെന്നറിയാം. കണ്ടോ, ഇലയൊക്കെ ഞാൻ നല്ല വൃത്തിയാക്കി തുടച്ച് വൃത്തിയാക്കിട്ടോ. അങ്ങനെ എൻ്റെ വയറൊക്കെ ഫുള്ളായി. ചോറ് കഴിച്ചിട്ടുള്ള വയറിൽ അതിനകത്ത് ഒരാളും കൂടി ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.